അപ്പൊ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഒരു ഐറ്റംസ് ഉണ്ട്. അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. പത്തുമ ചോട്ടി ഇത് എന്താ സാധനം? ഇതെന്താ അത്? ഇതെന്താ അത്? കുട്ടീനൊന്നും കിട്ടണില്ല കേട്ടോ. കഴിക്കും കഴിക്കും കഴിക്കും. അപ്പൊ ഇത് കിട്ടിയ തളയനാണ്. ആ നല്ല പച്ചമീന്റെ മണം. അപ്പൊ ഇതെങ്ങനെ നേരാക്കാന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പൊ ഇത് നേരാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഈ മത്തി സാധനങ്ങളൊക്കെ നേരാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ നേരാക്കാന്നുള്ള ഒരു ഐഡിയ ഉള്ള ആൾക്കാർ കമന്റ് ചെയ്യണേ. ഞാൻ നോക്കണം കേട്ടോ. ഞാൻ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നത്. ഞാനാ നേരാക്കിയത്. അതെ, ഈ സാധനം ഇങ്ങനെ ആദ്യം ഈ സാധനം എടുത്ത് കളയണം. ഇഷ്ടല്ല ഈ മീൻ. നല്ല കാൽസ്യം ഉള്ള മീൻ. തേങ്ങാണ് ഒരു ഉച്ചയുടെ ടേസ്റ്റായി. കാൽസ്യം കുറിച്ചൊന്നുമില്ല. ഇത് തിന്നുമ്പോ ഒരു ജാതി മരുന്നിന്റെ ഒക്കെ വേണം. ഇഷ്ടല്ല. ഇത് തേങ്ങയാണാവോ. എന്ത് കറി വെച്ചാലും ഇഷ്ടല്ല, വറുത്താലും ഇഷ്ടല്ല. കഴിക്കണ ഒരു വീഡിയോ ഞാൻ ഞാൻ തിന്നില്ല. അങ്ങനെ പഴയത് തല കണ്ടോ? എന്റെ പഴയ തല പോലെ ഉണ്ട്. സ്വത്ത് പിടിക്ക്. ഞങ്ങൾ ഒറ്റയ്ക്ക് നിരക്കാൻ മതി. പിന്നെ ഒരാള് പിടിക്കാൻ വരുന്നേ. അപ്പൊ ആരും എന്നെ സഹായിക്കാല്ല. സ്വത്തുമത് പിടിക്കണം. തൊത്തുമൊന്നും പിടിക്കില്ല. മുറിച്ചറിഞ്ഞോ? അതൊന്നും ആരും തിന്നില്ല. ഇവിടെ ആകെ തിന്നും തല തിന്നണ നിങ്ങൾ മാത്രമേ ഉള്ളൂ. മീൻകാരൻ്റെ കാണിച്ച മീനാണ്. നന്നായിരിക്കും. എന്ത് ചെയ്യാൻ? എന്തായാലും ഇത് എങ്ങനെ കറി വെക്കാന്ന് നിങ്ങൾ എങ്ങനെ കറി വെക്കാന്ന് പറഞ്ഞ് കമന്റ് ചെയ്യണേ. ഞങ്ങളിത് സാധാരണ ഉപ്പ് പുളിയൊക്കെ ഇട്ടിട്ട് സാധാരണ രീതിയിലൊരു കറിയാണ്. ഇത് വേറെ ഏതൊക്കെ രീതിയിലാണ് കറി ഉണ്ടാക്കാൻ പറ്റിയാന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് അതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനാണ്. എന്തായാലും കമന്റ് ചെയ്യണം. ഇത് മീനിന്റെ ഗുണത്തിന്റെ കാര്യങ്ങളും എക്സ്ട്രാ വല്ലതും നമുക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ല കാൽസ്യമുള്ള മീനാണെന്നാണ്. ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഒന്ന് പിടിക്കടി. ഇത് ഞാൻ അങ്ങനെ മുട്ടിക്കട്ടം വെച്ച് വെട്ടേണ്ടി വരും. ഞാൻ ഒറ്റയ്ക്കാൻ ഇടയ്ക്കുന്നതാണ്. അതേപോലെ ഒറ്റയ്ക്കാൻ ഇടയ്ക്കാൻ മതി. മീൻ നേരൊക്കെ രണ്ടാളുള്ള ആവശ്യമൊന്നുമില്ല. വൈരാഗ്യം മറ്റൊക്കെ വെക്കണം. ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത മീൻ കാണിച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഞാനൊക്കെ തിമ്മീങ്കലമായി തരട്ടെ. അത് നന്നായിരിക്കും. ശരിയോ? ഇത് കുറച്ച് ഡേഞ്ചറാണ്. അത് തല വേണ്ടുന്നിട്ടാ. കഴിഞ്ഞാ അങ്ങനെ മീനരക്കൽ കഴിഞ്ഞോ? തുടങ്ങുമ്പോഴേക്കും കഴിയോ? എന്റെ പണിയോളം നോക്കട്ടെ. നിനക്ക് ഇനി എന്താ പണി? അയ്യോ പണിയില്ല. ഞാൻ കുപ്പീന്നിറങ്ങിയ ഭൂതം. മെയിൻ പണിക്കാരൻ എന്താ പണി? ചിക്കൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരിക. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ആരാ ചെയ്യുന്നത്? എന്ത് നീ? നീ ഇന്ന വേഗേ കുറച്ച് സവോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേഗം നേരാക്കും. കറി ഞാൻ വെക്കാം. അപ്പൊ എങ്ങനെയാന്ന് നീ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയൊക്കെ വേറെ ഡിഫറൻസ് ആയിട്ട് കറി വെക്കാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ പ്ലീസ്. അറിയാൻ വേണ്ടിട്ടാണ്. ഓക്കെ ബൈ. തളയും തിരിച്ചു തളയും കൂട്ടി കഴിക്കില്ല കണ്ടു. അത് ചില മീനുകൾക്ക് ചില പ്രശ്നങ്ങളുള്ളൂ.